ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് കോവയ്ക്ക കൊണ്ടുള്ള നല്ല രുചികരമായ ഒരു മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇതിന് ഹിന്ദിയിൽ കുന്ദ്രു എന്നും ടിൻഡോറ എന്നും ഒക്കെ പറയും. പിന്നെ ഇത് ചപ്പാത്തി, ചോറ് ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. കോവയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ കോവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ടറ്റവും കട്ട് ചെയ്ത് കഴുകി നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അവിടെ കോവയ്ക്കയെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം 4ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വേണ്ട. ഇനി നമുക്ക് ചട്ടി അടപ്പേ വെച്ച് റെഡിയാക്കാം. ചട്ടി അടപ്പേ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ, എണ്ണ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും, ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കടുകും ജീരകവും പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 1 തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി കുറച്ച് വാടിയിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കായം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മുടെ വീട്ടിൽ ഏത് മുളക് പൊടി ഉണ്ടോ അത് ചേർത്താൽ മതി. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. മുളക് പൊടിയുടെ എല്ലാത്തിൻ്റെ ഒന്ന് പച്ചമണമൊന്ന് മാറണം. എൻ്റെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, മസാലയുടെ എല്ലാം. ഇനി നമുക്ക് അതിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. വേണ്ട. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ട്. 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി പിന്നിടാം. ഞാൻ ഇത്രയും വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഇടാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കി എടുക്കണം. കാര്യം കോവയ്ക്കൊക്കെ ഒന്ന് വേവണ്ടേ. ഈ മസാലയും എണ്ണയൊക്കെ പിടിച്ച്. 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ടോട്ടൽ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഇടുക. നല്ലപോലെ നമ്മൾ ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു മൂടി 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കരുത്. ഇതിനകത്ത് എണ്ണയിൽ തന്നെ ഇത് വാടി റെഡിയായി വരണം, വെന്ത് വരണം. ഇനി നമുക്കിത് കമത്തി മൂടി 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഈ മസാലയിലും എണ്ണയിലും നല്ലപോലെ ഇത് വാടി റെഡിയാവണം, വേവണം ഇത്. ഇനി ഒരു 3 മിനിറ്റും കൂടി ഇരിക്കട്ടെ. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ വാടിയിട്ടുണ്ട്. നല്ല മസാലയൊക്കെ പിടിച്ച്, ഉപ്പും മസാലയൊക്കെ പിടിച്ച് നല്ലതായിട്ടുണ്ട്. ഒരു 8-10 മിനിറ്റ് വരെ എടുത്തു ഇത് വേവാനേ. നല്ലപോലെ ഇതൊന്ന് വാടി റെഡിയാവാനാണ്.
ഈ എണ്ണയിൽ തന്നെ ഇത് വാടി റെഡി ആവണം, വെള്ളം ചേർക്കരുത്, എന്നെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ബാക്കി വെച്ച കുറച്ച് തേങ്ങ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പുറത്തൊന്നിടാം. കാണാൻ ഒരു ഭംഗിയൊക്കെയാണ്, ഭംഗിയും ടേസ്റ്റും കിട്ടും കേട്ടോ. അല്ല കുറച്ച് മല്ലിയില അതും ഇതിൻ്റെ പുറത്തിട്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അല്ലെ ഉപ്പേരി. നമുക്കിത് ചപ്പാത്തി ചോറും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം.